കഴിഞ്ഞ ദിവസം ഞങ്ങളടക്കമുള്ള ചില മാധ്യമങ്ങൾ നൽകിയ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഭാരത് അരി വരുന്നു. ഭാരത് ആട്ടയ്ക്കും ഭാരത് ഡാലിനും ശേഷം കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരത് അരി എത്തിക്കുന്നു. ഇതിനെ തുടർന്ന് ഞങ്ങൾ ഇട്ട വാർത്തയുടെ താഴെ അനവധി പേർ കമൻറ്റ് ചെയ്തിരുന്നു, ഈ അരി എവിടെ ലഭിക്കും എന്നുള്ളത്. ഏതായാലും നിലവിൽ ഈ അരി ശേഖരിക്കുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ശേഖരിക്കുന്ന ഈ വസ്തുക്കൾ, അതായത് ഈ അരി എന്നിപ്പോൾ പറയുന്നില്ല, കാരണം നിലവിൽ ആട്ടയും ഒപ്പം തന്നെ ഈ ദാലുമാണ് വിതരണം ചെയ്യുന്നത്. ഇത് നാഫെഡും NCCF-ഉം ഒപ്പം തന്നെ കേന്ദ്രീയ ഭണ്ഡാർ വഴിയാണ് ഇതിപ്പോൾ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അരി എത്തുമ്പോൾ കഥ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും. കേരളത്തിൽ അടക്കം അനവധി പേർ ഈ ആനുകൂല്യം ലഭ്യമാകുമോ എന്നൊരു ചോദ്യം ഉയർത്തുമ്പോൾ ലഭ്യമാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കാര്യക്ഷമമായ റേഷൻ കടകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ റേഷൻ കടകൾ വഴി ഈ അരി വിതരണം ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്രത്തിന് നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. റേഷൻ കടകൾ വഴി ഈ അരി വിതരണം ചെയ്യണമെന്ന് ഈ റേഷൻ വ്യാപാരി സംഘടനകൾ കേന്ദ്രത്തിന് ഒരു നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ റേഷൻ കട വഴിയാണ് ഈ ഭാരത് അരി എത്തുകയെങ്കിൽ സ്വാഭാവികമായും കിറ്റിൻ്റെ പുറകെ പോയ മലയാളികൾ നേരെ ഈ ഭാരത് അരിയുടെ പുറകെ പോകും. ഏതായാലും അരി ആരുടെ വയറ്റത്തടിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും CPM കിറ്റിലൂടെ നേടിയെടുത്തത് മോദി അരിയിലൂടെ മാറ്റിമറിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം റേഷൻ കട വഴി അരി വിതരണം ചെയ്താൽ ഒരു വലിയ മൈലേജ് BJPക്ക് കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.